ഹലോ, നമ്മൾ എങ്ങനെ മാൽദീവ്സ് വരാമെന്ന് ചർച്ച ചെയ്യാം. അതായത് എങ്ങനെ മാൽദീവ്സ് വരാം, ഏതൊക്കെ രീതിയിൽ വരാം എന്നൊക്കെ നമ്മൾ ഓൾറെഡി ഒരു പഴയ വീഡിയോ പറഞ്ഞിട്ടുണ്ട്. പക്ഷേ ഇപ്പോഴും എന്നാൽ എന്നോട് എല്ലാവരും ചോദിക്കും, അല്ല കുട്ടി എങ്ങനെ നമുക്ക് മാൽദീവ്സ് വരാം. അപ്പോൾ ഞാൻ ഓർത്ത് നമുക്കൊരു വീഡിയോ ആയിട്ട് ചെയ്യാം. സോ എങ്ങനെ മാൽദീവ്സ് വരാമെന്നുള്ളതിന് ഒറ്റ ഓപ്ഷനേ ഉള്ളൂ. ബേസിക്കായിട്ട് നമുക്ക് എന്തേലും ഒരു പണി ഇറങ്ങിയിരിക്കണം. അതായത് ഒന്നെങ്കിൽ നമുക്കൊരു ഡിഗ്രി വേണം, ഇല്ലെങ്കിൽ നമ്മൾ എന്തെങ്കിലും ഒരു സ്കിൽ വർക്കർ ആയിരിക്കണം. അങ്ങനെയൊക്കെ ആണെങ്കിൽ നമുക്ക് മാൽദീവ്സിൽ വരാം. കോമൺ ആയിട്ടുള്ള പ്രൊഫഷൻ എന്ന് പറഞ്ഞാൽ നഴ്സുമാർ ഇഷ്ടംപോലെ ഉണ്ട്. നഴ്സിംഗ് വേക്കൻസി ഒത്തിരി വരാറുണ്ട്. പിന്നെ റേഡിയോളജിസ്റ്റ്, ലാബ് ടെക്നീഷ്യന്, പിന്നെ റിസോർട്ട് റിലേറ്റഡ് ആയിട്ടുള്ള വേക്കൻസീസ്, സ്കിൽ വർക്കേഴ്സ്, ടീച്ചേഴ്സ്, ഇതൊക്കെ എപ്പോഴും ഡിമാൻഡഡ് ആയിട്ടുള്ള പ്രൊഫഷൻസാണ്. ഇനി നഴ്സുമാരാണെങ്കിൽ നഴ്സസാണ് ഇങ്ങനെ മാൽദീവ്സ് വരാം. ബേസിക്കായിട്ട് നിങ്ങൾ ഒന്നെങ്കിൽ ഡിപ്ലോമ അല്ല ബാച്ചിലർ ഡിഗ്രി കംപ്ലീറ്റ് ചെയ്യണം. മിനിമം 1 ഇയർ എക്സ്പീരിയൻസ് വേണം. ഇപ്പോൾ വരുന്ന റീസെൻറ്റ് ഇൻ്റർവ്യൂസിലെല്ലാം 2 ഇയർ എക്സ്പീരിയൻസ് ഒക്കെയാണ് ചോദിക്കുന്നത്. പക്ഷേ ചില ഫീൽഡിലൊക്കെ 2 ഇയർ കൂടാതെ 3 ഇയർ ഒക്കെ ചോദിക്കുന്നുണ്ട്. ഫോർ എക്സാമ്പിൾ ഇപ്പോൾ കാത്ത് ലാബ്, OT ഒക്കെ വരുമ്പോഴത്തേക്കും ഇപ്പം റീസെൻ്റായിട്ട് വരുന്നതിലൊക്കെ 3 ഇയർ ഒക്കെ ചോദിക്കുന്നുണ്ട്. പക്ഷേ ബേസിക്കലി 1 ഇയറാണ് ഓൾമോസ്റ്റ് എല്ലാ ഇൻ്റർവ്യൂസിലും നേഴ്സുമാർക്ക് റിക്രൂട്ട്മെൻറ്റിന് വേണ്ടി പറയുന്ന ഒരു എലിജിബിലിറ്റി ക്രൈറ്റീരിയ. പിന്നെ അതുകൂടാതെ നമ്മളൊരു ലാംഗ്വേജ് പ്രൊഫഷൻസി ടെസ്റ്റ്, അതിപ്പോൾ OET ആയാലും IELTS ആയാലും അക്സെപ്റ്റബിൾ ആണ്. പക്ഷേ അത് ലാംഗ്വേജ് പ്രൊഫഷൻസി ടെസ്റ്റ് നമ്മൾ പാസ്സായി അത് നമുക്ക് വാലിഡ് ആയിരിക്കണം. അത് എക്സ്പയർ ആവാനായിട്ട് പാടില്ല. നമ്മളിവിടെ വരുന്നത് വരെ എക്സ്പയർ ആവാൻ പാടില്ല. ഇനി അടുത്ത കാര്യം, ഒരു പ്ലസ് പോയിൻ്റ് എന്ന് പറയാനായിട്ട് ഈ ലാംഗ്വേജ് പ്രൊഫഷൻസി ടെസ്റ്റിൻ്റെ സ്കോർ സ്കെയിൽ കമ്പയറിംഗ് ടു മറ്റ് കൺട്രീസ് ഇവിടെ വളരെ കുറവാണ്. അതായത് പാസിങ്ങിനേക്കാളും ജസ്റ്റ് ഒരു പടി മുകളിൽ എന്നൊക്കെ പറയുന്ന അത്രയും ഒരു സ്കോർ മതിയായിരിക്കും ഇവിടെ വരാനായിട്ട്. ഇനി വേറൊരു അഡ്വാൻറ്റേജ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇവിടെ നഴ്സുമാർക്ക് ഒട്ടുമിക്ക സമയത്തും ഓപ്പണിങ്സ് വരാറ് ഉണ്ട്. കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇവിടെ പേഷ്യൻസിൻ്റെ റേഷ്യോ കൂടുന്നതനുസരിച്ച് എപ്പോഴും ഒരു നഴ്സുമാർക്ക് ഡിമാൻഡ് ഉള്ള ഒരു ഏരിയയാണിത്. അപ്പം എപ്പോഴും ആ പ്രൊഫഷൻ ഹൈലി ഡിമാൻഡഡ് ആയതുകൊണ്ട് മിക്കപ്പോഴും വേക്കൻസീസ് വരാറുണ്ട്. പിന്നെ വേറൊരു കാര്യം പറയാനുള്ളത്, നമ്മളിവിടെ വരുന്നത് ഏജൻസി ത്രൂ ആയിരിക്കും. കാരണം ഇവിടെ ഹോസ്പിറ്റലുകളിലൊന്നും തന്നെ ഡയറക്റ്റ് റിക്രൂട്ട്മെൻറ്റുകളില്ല. ഡയറക്റ്റ് റിക്രൂട്ട്മെൻറ്റുകൾ ഉണ്ടെങ്കിൽ തന്നെ വളരെ കുറച്ചേ ഉള്ളൂ. അതായത് 1-2 ഹോസ്പിറ്റൽ, ട്രീടോപ്പിലൊക്കെ ഇടയ്ക്ക് ട്രീടോപ്പ് ഇവിടുത്തെ ഏറ്റവും വലിയൊരു പ്രൈവറ്റ് സെക്ടർ ഹോസ്പിറ്റലാണ്. സോ ആ പ്രൈവറ്റ് സെക്ടറിലൊക്കെ ഇടയ്ക്കിടയ്ക്ക് ഇങ്ങനെ ഈ ജോബ് അഡ്വർടൈസ്മെൻറ്റ് സൈറ്റിലൂടെ ഞാൻ കാണാറുണ്ട് ഇതുപോലെ വേക്കൻസി ഉണ്ടെന്ന്. അതല്ലാതെ മോസ്റ്റ് ഓഫ് ദ ടൈമും നമ്മൾ ഇതുപോലെ ഏജൻസി ത്രൂ ആണ്. മിനിസ്ട്രിയുടെയൊക്കെ ഇൻ്റർവ്യൂ മൊത്തം ഏജൻസി ത്രൂ ആണ് നടക്കുന്നത്.